കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരായ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ ലോകത്തിലുള്ള ശക്തമായ ഇടപെടലുകളെയാണ് നമ്മൾ ഈ ആഴ്ചകളിൽ കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകമായി ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശങ്ങളും ഫാത്തിമയിൽ തൻ്റെ സന്ദേശങ്ങൾ കൈമാറുവാൻ അമ്മ തിരഞ്ഞെടുത്ത ഈ 3 കുഞ്ഞുങ്ങളും അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടതകളും അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കുവാൻ ഈ കുഞ്ഞുങ്ങൾ കൊടുത്ത വിലയുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത്. പരിശുദ്ധ അമ്മയുടെ ആഗ്രഹമായിരുന്നു, അമ്മ അതിനു മുമ്പൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞിരുന്നു, എല്ലാ മാസവും 13-ാം തീയതി നിങ്ങൾ ഈ സ്ഥലത്ത് കോവാദീരിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരണം. എന്നാൽ ഓഗസ്റ്റ് മാസം 13-ാം തീയതി സ്ഥലത്തെ ഗവൺമെൻറ് അധികാരികൾ ഒരു ചതി പ്ലാൻ ചെയ്ത് കുഞ്ഞുങ്ങളെ അവിടെ എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ച് അവരെ തട്ടിക്കൊണ്ടുപോയതിനാൽ കുഞ്ഞുങ്ങൾക്ക് ഓഗസ്റ്റ് മാസം 13-ാം തീയതി അമ്മ പറഞ്ഞതുപോലെ അവിടെ കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവരുടെ ഉള്ളിലൊരു വിഷമമുണ്ട്, അമ്മ പറഞ്ഞത് അനുസരിക്കാൻ സാധിച്ചില്ലല്ലോ, ഓഗസ്റ്റ് മാസം അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, 1917 ഓഗസ്റ്റ് മാസം 19-ാം തീയതി ജസീന്തയുടെയും ഫ്രാൻസിസ്കോയുടെയും സഹോദരൻ ഫ്രാൻസിസ്കോയും ലൂസിയും കൂടി തങ്ങളുടെ വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ജസീന്ത അവരുടെ കൂടെ ജോയിൻ ചെയ്തില്ല, അവൾ വീട്ടിൽ തന്നെ ഇരുന്നു. ഇപ്രകാരം ഈ കുഞ്ഞുങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ചില പ്രകാശഗോളങ്ങൾ അവർ കണ്ടു. ഈ പ്രകാശം അവരുടെ ചുറ്റും വ്യാപരിക്കുന്നതായിട്ട് ഈ കുട്ടികൾ കണ്ടു. ഉടനെ തന്നെ കോവാദിരിയയിൽ പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ ഈ സ്വർഗത്തിലെ കന്യക പ്രത്യക്ഷപ്പെട്ട സമയങ്ങളിലൊക്കെ അന്തരീക്ഷത്തിലുണ്ടായ ആ പ്രത്യേകതകളൊക്കെ ഇവിടെ ഈ സ്ഥലത്തും ലൂസി ദർശിച്ചു. അപ്പോൾ ലൂസിക്ക് മനസ്സിലായി ഇത് സ്വർഗത്തിലെ കന്യകയുടെ പ്രത്യക്ഷപ്പെടലിനുള്ള ഒരു ആരംഭമാണ് എന്ന്. അപ്പോൾ പെട്ടെന്ന് ലൂസി ഇപ്രകാരം ഓർത്തു, കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജസീന്ത ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ജസീന്ത ഇല്ലാതെ ഈ കന്യക ഞങ്ങളുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുവോ? പ്രത്യക്ഷപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ലൂസി ഫ്രാൻസിസ്കോയുടെ സഹോദരൻ ജോണിനോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി ജസീന്തയെ കൂട്ടിക്കൊണ്ട് വരണം. അപ്പോൾ വീട് അധികം അകലെയല്ല, സാധാരണ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തല്ലല്ലോ ഇവരുള്ളത്. ഇവരെ വീടിന് അടുത്ത് മറ്റൊരു സ്ഥലത്താണ് ഓഗസ്റ്റ് മാസം 19-ാം തീയതി ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തോ കണ്ടുകൊണ്ട് ജോൺ പറഞ്ഞു, ഞാൻ പോകില്ല, എനിക്കും ഇതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ലൂസി പറഞ്ഞു, നീ പോവുകയാണെങ്കിൽ ഞാൻ അല്പം കാശൊക്കെ നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവനെ പ്രലോഭിപ്പിച്ച് പറഞ്ഞയച്ചു. അങ്ങനെ അവൻ പോയി ജസീന്തയും കൂട്ടി തിരിച്ചു വന്നു. അങ്ങനെ ജസീന്ത വന്ന ഉടനെ തന്നെ സാധാരണ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ കരുവേലക മരത്തിന് മുകളിൽ, അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് മുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഓഗസ്റ്റ് മാസം 13-ാം തീയതി മുടങ്ങിയെങ്കിലും കുഞ്ഞുങ്ങളുടെ അടുത്ത് വരാൻ പരിശുദ്ധ അമ്മ വീണ്ടും തീരുമാനിച്ചു. ഓഗസ്റ്റ് മാസം 19-ാം തീയതി
ഈ കുട്ടികളുടെ അടുത്ത് അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. 13-ാം തീയതി കുട്ടികൾക്ക് അവിടെ വരാൻ സാധിച്ചില്ലെങ്കിലും അമ്മ മാറി നിൽക്കുന്നില്ല. അമ്മ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു. അവരെ മറ്റൊരു ദിവസം, അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരെവിടെയാണോ അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ ആ മാതൃസ്നേഹത്താൽ ആവരണം ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഈ കുട്ടികൾ കടന്നുപോയ സഹനങ്ങളൊക്കെ അമ്മയ്ക്കറിയാം. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഈ സഹനങ്ങളിലൂടെ കടന്നുപോയതെന്നും അമ്മയ്ക്കറിയാം. കാരണം ഈ അമ്മ നൽകിയ സന്ദേശങ്ങൾക്ക് വില കൊടുത്തത് കൊണ്ടാണ് ഈ കുട്ടികൾ ഈ സഹനങ്ങളിലൂടെ കടന്നുപോയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ വീണ്ടും 19-ാം തീയതി ഈ മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സന്ദേശം കൈമാറുകയാണ്. സാധാരണഗതിയിൽ ലൂസി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ്, നീ ഞങ്ങളിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു? ഈ പ്രാവശ്യവും ലൂസി ഇപ്രകാരം ചോദിച്ചു, നീ ഞങ്ങളിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു? അപ്പോൾ ഈ കന്യക പറഞ്ഞു, നിങ്ങൾ എല്ലാ മാസവും 13-ാം തീയതി ഖോവാദി ഇരിയയിൽ വരണം. അവിടെ കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളോട് ഞാൻ സംസാരിക്കും. നിങ്ങളെ എനിക്ക് അവിടെ എല്ലാ മാസവും 13-ാം തീയതി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇത് പരിശുദ്ധമ്മയുടെ ഒരു ആഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മ പറയുന്ന സമയങ്ങളെല്ലാം എല്ലാ മാസവും 13-ാം തീയതി ഞങ്ങളാൽ ആവുന്ന വിധം അവിടെ വരാൻ ഞങ്ങൾ പരിശ്രമിക്കാം എന്ന് ലൂസി വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ട് രണ്ടാമത്തെ സന്ദേശം പരിശുദ്ധമ്മ കൂട്ടിച്ചേർത്തു, നിങ്ങൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല നിങ്ങൾ മാറ്റിവെക്കരുത്. കുടുംബ പ്രാർത്ഥനകളിൽ ജപമാല നിങ്ങളുടെ പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറണം. അങ്ങനെ എല്ലാ മാസവും 13-ാം തീയതി അവിടെ വരണമെന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ അമ്മ ഓഗസ്റ്റ് മാസത്തിലെ പ്രത്യക്ഷപ്പെടലിൽ ഈ മക്കളോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ലൂസി രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചു. ഇപ്പോൾ ഇവിടെ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട ഖോവാദീരിയയിൽ ജനങ്ങൾ വരുമ്പോൾ അവർ സ്നേഹത്തോടു കൂടി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ചില കാശ് ഇട്ടിട്ട് പോകുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, ഇവിടെ ഈ ജനങ്ങൾ വരുമ്പോൾ അമ്മയുടെ ഈ ഇടപെടൽ കാണാനായിട്ടാണ് വരുന്നത്. അവർ നേർച്ചയായിട്ട് അവിടെ ഇവിടെയൊക്കെ പൈസ കെട്ടിച്ചു പോകുന്നു. ഈ പൈസയൊക്കെ എന്ത് ചെയ്യണം? അപ്പോൾ അമ്മ പറഞ്ഞു, ഈ പൈസ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ 2 പീഠങ്ങൾ ഉണ്ടാക്കണം. 2 പീഠങ്ങൾ. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ തിരുനാൾ അടുത്ത് വരികയാണ്. എന്നാണ് പരിശുദ്ധമ്മയുടെ ജപമാലയുടെ തിരുനാൾ? ഒക്ടോബർ മാസം 7-ാം തീയതി. ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ തിരുനാൾ അടുത്ത് വരുന്നതിനാൽ ആ തിരുനാളിൽ 2 പീഠങ്ങൾ അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായി ആ പ്രദേശം മുഴുവൻ ചുറ്റുന്നതിനായിട്ട് നിങ്ങൾ 2 പീഠങ്ങൾ ഉണ്ടാക്കണം. അതിലൊരു പീഠം ലൂസിയും ജസീന്തയും വെള്ള വസ്ത്രം ധരിച്ച മറ്റ് 2 ബാലികമാരെയും കൂട്ടി അവരത് വഹിക്കണം. ഈ രണ്ടാമത്തെ പീഠം ഫ്രാൻസിസ്കോയും വേറെ 2 ബാലന്മാരും കൂടി രണ്ടാമത്തെ പീഠം വഹിക്കണം. അങ്ങനെ പ്രദക്ഷിണമായി ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കണം എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. ഈ പീഠങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന പൈസ ഇവിടെ ഒരു ദേവാലയം പണിയുന്നതിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. ഇങ്ങനെ ബാക്കി പൈസ ദേവാലയം പണിയുന്നതിന് മാറ്റിവെച്ച് എന്നാണോ ഇവിടെ ദേവാലയം പണി ആരംഭിക്കുന്നത് ആ സമയത്ത് ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും പരിശുദ്ധ അമ്മ വ്യക്തമായ സന്ദേശങ്ങൾ നൽകുകയാണ്. അപ്പോൾ എന്താണ് ഈ ജനങ്ങൾ ഇട്ടിട്ട് പോകുന്ന ഈ പൈസ കൊണ്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായിട്ടൊരു തീരുമാനം പരിശുദ്ധ അമ്മ അറിയിക്കുകയാണ്. അതിനുശേഷം ലൂസി മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു. അനേകം പേര്, അനേക രോഗികൾ
ഞങ്ങൾക്ക് വേണ്ടി അമ്മയോട്, ഈ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയോട് പറയണം, പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് സൗഖ്യം കിട്ടാനായിട്ട് അവളോട് ഇടപെടാനായിട്ട് ആവശ്യപ്പെടണം എന്നൊക്കെ ലൂസിയോടും ജസീന്തയോടും ഫ്രാൻസിക്കോടും ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ലൂസി ഈ സ്ത്രീയെ അറിയിച്ചു. അപ്പോൾ ഈ കന്യക പറഞ്ഞു, ഈ വർഷം ഞാൻ നിരവധിയായ രോഗസൗഖ്യം ഇവിടെ പ്രവർത്തിക്കും, അനേകർക്ക് അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നും പറഞ്ഞ് ആശ്വാസത്തിൻ്റെ, രോഗസൗഖ്യത്തിൻ്റെ സന്ദേശവും ലൂസിക്ക് ഈ കന്യക കൈമാറി. പെട്ടെന്ന് ഈ കന്യക ദുഃഖിതയാകുന്നതായിട്ട് ഈ കുട്ടികൾ ദർശിച്ചു. കന്യക പെട്ടെന്ന് ദുഃഖിതയായി. എന്നിട്ട് ഈ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, ഇന്ദ്രിയ നിഗ്രഹം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ഇന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നൽകാതിരിക്കുക. അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെ ചില ത്യാഗങ്ങൾ ചെയ്ത്, മോട്ടിഫിക്കേഷൻസ് ചെയ്ത് ഈ ലോകത്തിൽ നിങ്ങളായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ അവയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് വീണു പോകുവാനുള്ള വഴി ഒരുക്കപ്പെടുമെന്നും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചെങ്കിൽ മാത്രമേ കൃപയിൽ വളരാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ കന്യക ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വലിയൊരു ജ്ഞാനം ഫാത്തിമയിൽ ഈ മക്കളിലൂടെ പരിശുദ്ധയമ്മ ലോകത്തിന് മുഴുവൻ നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കിന്നറിയാം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ഇന്ന് നമ്മളെ പലപ്പോഴും തിന്മയുടെ അടിമത്തത്തിൽ എത്തിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിച്ചാൽ ഈ ലോകത്ത് പല തിന്മയുടെ സാഹചര്യങ്ങളെയും കീഴടക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുക, നമ്മുടെ സ്പർശനങ്ങളെ നിയന്ത്രിക്കുക, നമ്മുടെ അധരങ്ങളെ നിയന്ത്രിക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മൾ നിയന്ത്രണത്തോടു കൂടി ഈ ലോകത്ത് കൊണ്ടു നടക്കുമ്പോൾ തിന്മയുടെ പല സാഹചര്യങ്ങളെയും ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നും കൃപയിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും ഇന്ദ്രിയ നിഗ്രഹണം തീർച്ചയായും പാലിക്കണമെന്നുമുള്ള സന്ദേശമാണ് പരിശുദ്ധ അമ്മ ഓഗസ്റ്റ് മാസത്തിൽ അവസാനമായി ഈ കുട്ടികളുമായിട്ട് പങ്കുവയ്ക്കുക. പിന്നീട് അമ്മ ഇപ്രകാരം പറഞ്ഞു, ഇന്ദ്രിയ നിഗ്രഹത്തോട് കൂടി തന്നെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ വളരെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. കാരണം അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ത്യാഗം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അനേകം ആത്മാക്കൾ നരകത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പരിശുദ്ധയമ്മ നേരത്തെ പറഞ്ഞൊരു സന്ദേശമാണ്. വീണ്ടും ഓഗസ്റ്റ് മാസത്തിലും ഇത് അമ്മ ആവർത്തിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് കൂടുതൽ ആത്മാക്കൾ ഇതാ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ത്യാഗം ചെയ്ത് പരിഹാരം ചെയ്ത് ഒരു പ്രാർത്ഥനയുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതും ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു സന്ദേശമാണ്. ലോകം മുഴുവൻ നമുക്കറിയാം, ഇന്ന് തിന്മയിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രാർത്ഥന, അതിനൊന്ന് മാത്രമേ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് ഇന്ന് ലോകം മുഴുവനും അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കണമെന്നും, നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ തീക്ഷ്ണതയോടുകൂടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് അനേകര് നരകത്തിൻ്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും അമ്മ സന്ദേശം നൽകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ വിലയുണ്ട് എന്നും അനേക ആത്മാക്കളെ രക്ഷിക്കാനുള്ള വില ഇതിനുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയുകയാണ്. ഇപ്രകാരം പ്രിയമുള്ളവരെ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവ
പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റി പ്രാർത്ഥനയിലൂടെ പരിത്യാഗത്തിലൂടെ ആത്മാക്കളെ നേടുവാനുള്ള ഒരു വിളിയാണ് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ ഈ 3 കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സന്ദേശത്തിലൂടെ നമുക്കും നൽകുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ കുട്ടികളെ ഭരണാധികാരികൾ തട്ടിക്കൊണ്ടു പോയതിനാൽ ഒരു വലിയ കോളിളക്കം തന്നെ ഫാത്തിമയ്ക്ക് ചുറ്റും ഉടലെടുക്കുകയുണ്ടായി. അപ്പോൾ അടുത്ത മാസത്തേക്ക് വേണ്ടി അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 13-ാം തീയതി ആണല്ലോ ഇനി അടുത്ത പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനെ കുറിച്ചുമുള്ള വാർത്ത പോർച്ചുഗൽ മുഴുവൻ വ്യാപിക്കുന്നു. അപ്പോൾ അനേകർക്ക് ഈ സംഭവം ഒന്ന് കാണണമെന്നൊരാഗ്രഹം. അങ്ങനെ പലർക്കും അവിടെ സെപ്റ്റംബർ മാസം 13-ാം തീയതി കടന്നു ചെന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനൊരു ആഗ്രഹം, നേരിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ടുള്ളൊരു ആഗ്രഹം. അങ്ങനെ അടുത്ത മാസം സെപ്റ്റംബർ മാസം 13-ാം തീയതി വന്നെത്തി. ഈ ദിവസം ഫാത്തിമയിലേക്കുള്ള റോഡുകൾ മുഴുവനും ജനങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഏതാണ്ട് 25,000-ൽ കൂടുതൽ ആളുകൾ ആ പ്രദേശത്തെങ്ങും അന്ന് തടിച്ചുകൂടിയെന്നാണ് പറയുക. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ വാർത്തയൊക്കെ അറിഞ്ഞു. ഇനി 13-ാം തീയതി ഈ കന്യക പ്രത്യക്ഷപ്പെടുമോ എന്നറിയില്ല. കാരണം ഓഗസ്റ്റ് മാസം 13-ാം തീയതി അവരവിടെ ചെന്നിട്ടില്ല. ഇനി സെപ്റ്റംബർ മാസം 13-ാം തീയതി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു അനിശ്ചിതത്വമാണ് എല്ലായിടത്തും ഉള്ളത്. ഇപ്രകാരം എല്ലാ ജനങ്ങളും 25,000-ൽ പറഞ്ഞ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. 3 കുട്ടികൾ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെടുന്ന കോവാദ ഇരിയയിലേക്ക് പോകുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. കാരണം റോഡ് മുഴുവനും ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ പെട്ടെന്ന് കാണുന്ന ഇപ്രകാരമാണ്. അപരിചിതനായ ഒരു യുവാവ് പെട്ടെന്ന് ഇവരുടെ സഹായത്തിനെത്തുന്നു. അദ്ദേഹത്തിന് നല്ലൊരു പ്രൗഢിയോടെയുള്ള ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം ആളുകളുടെ അടുത്തേക്ക് കടന്നു ചെന്ന് കുട്ടികളെ കൈക്ക് പിടിച്ച് ആളുകളുടെ ഇടയിലൂടെ വഴിയുണ്ടാക്കുകയാണ്. ഇതുവരെ അവർ കാണാത്ത ഒരു യുവാവ്, അപരിചിതനായ ഒരു വ്യക്തിത്വം. ഈ വ്യക്തി ഈ ആളുകളെല്ലാം ഇടയിലൂടെ വഴി കീറി വഴിയുണ്ടാക്കി ഈ കുഞ്ഞുങ്ങളെ പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് സുരക്ഷിതമായി എത്തിക്കുകയാണ്. ഈ കുട്ടികളെ ഒന്ന് തൊടുന്നതിന് വേണ്ടിയും ഈ കുട്ടികളോട് സംസാരിക്കുന്നതിന് വേണ്ടിയും അതിയായി വെമ്പൽ കൊണ്ട് അവർ ഉച്ചത്തിൽ കുട്ടികളെ വിളിക്കുകയും ചിലർ കരയുകയും ചിലർ കുട്ടികളുടെ മുമ്പിൽ മുട്ടുകുത്തുകയും ഒക്കെ ചെയ്തു. എന്തുകൊണ്ടാണ്? ഇവരെ ആരും വിശുദ്ധരായ കണക്കാക്കുന്നതുകൊണ്ടല്ല. ഈ ജനങ്ങൾക്കറിയാമായിരുന്നു ഈ പ്രത്യക്ഷപ്പെടുന്നത് സ്വർഗത്തിലെ പരിശുദ്ധ അമ്മയാണ് എന്നും ഈ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുവാൻ ഈ കുട്ടികൾക്ക് സാധിക്കുമെന്നും ഈ കുട്ടികൾ അമ്മയ്ക്ക് നൽകുന്ന പ്രാർത്ഥനകളും അർത്ഥനകളും ഒക്കെ അമ്മ സ്വീകരിച്ച് തങ്ങൾക്ക് കൃപകൾ ലഭിക്കുമെന്നുമുള്ള ഒരു വിശ്വാസം ഈ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ കുട്ടികൾ കടന്നു പോകുന്ന സമയത്തൊക്കെ ഇവരോട് ഞങ്ങളുടെ കാര്യം പറയണം, അമ്മയോട് സംസാരിക്കണം, ഞങ്ങൾക്ക് ഈ അവസ്ഥയുണ്ട്, ഈ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഓരോരുത്തരും തങ്ങളുടെ കാര്യങ്ങൾ ഈ കുട്ടികളോട് പറയാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ്. അതിന് തിക്കും തിരക്കും കൂട്ടുകയാണ്. അങ്ങനെ പലരും കുഞ്ഞുങ്ങളുടെ മുൻപ് മുട്ടുകുത്തുന്നു, നിലവിളിക്കുന്നു, കൈ ഉയർത്തുന്നു, ഞങ്ങളുടെ കാര്യം മാതാവിനോട് പറയണമേ എന്നൊക്കെ നിലവിളിച്ച് പറയുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ ആളുകളുടെ ഈ അർത്ഥനകളും ഈ യാചനകളുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ കുട്ടികൾ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തെത്തുകയാണ്. സെപ്റ്റംബർ മാസം 13-ാം തീയതി ഈ സ്ഥലത്തെത്തിയ ഉടനെ തന്നെ ഈ കുട്ടികൾ ജപമാലയെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ജപമാലയെടുത്ത് പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് സാധാരണ കഴിഞ്ഞ പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്തരീക്ഷത്തിലുണ്ടായ എല്ലാ പ്രത്യേകതകളും അന്തരീക്ഷത്തിൽ കാണുകയാണ്. ഉടനെ തന്നെ പ്രകാശഗോളങ്ങൾ അന്തരീക്ഷത്തിൽ നിറയുന്നു. ഒരു മേഘപാളിക്ക് മുകളിൽ പരിശുദ്ധ അമ്മ നിൽക്കുന്നതായിട്ട് ഈ കുട്ടികൾ കാണുന്നു. അമ്മ താഴേക്ക് വരുന്നു. അപ്പോൾ തന്നെ ഈ ജനങ്ങളുടെ എല്ലാം മേലെ റോസാ പുഷ്പങ്ങൾ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില പ്രകാശ കിരണങ്ങൾ
ഈ അമ്മയുടെ കരങ്ങളിൽ നിന്നും എല്ലാ ജനങ്ങളുടെ മേലും വർഷിക്കപ്പെടുന്നതായിട്ടും കുട്ടികൾ കണ്ടു. അങ്ങനെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഹാലോം ഓക്ക് മരത്തിന് മുകളിൽ അമ്മ വന്ന് നിൽക്കുകയാണ്. സാധാരണ അമ്മ സംസാരിക്കാനുള്ള സ്ഥലത്ത് അമ്മ പ്രത്യക്ഷപ്പെടുന്നു. കുഞ്ഞുങ്ങളെ പുഞ്ചിരിയോടുകൂടി നോക്കുന്നു. 3 കുഞ്ഞുങ്ങളും വലിയ പ്രതീക്ഷയോടുകൂടി 10,25,000 ജനങ്ങളുടെ അകമ്പടിയോട് കൂടി തന്നെ അമ്മയുടെ സന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുന്നു. അമ്മയെ മറ്റ് ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അമ്മയെ വഹിച്ചു കൊണ്ടുവന്ന മേഘവും പ്രകാശകിരണങ്ങളുമൊക്കെ അവിടെ കൂടിയിരുന്ന പലർക്കും അന്ന് കാണുവാനായിട്ട് സാധിച്ചു. അമ്മ പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ ലൂസി തൻ്റെ പതിവ് ചോദ്യം അമ്മയോട് ചോദിച്ചു, കന്യകേ, എന്നിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അമ്മ പതിവായി പറയാറുള്ള കാര്യം തന്നെ അമ്മ പറഞ്ഞു, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് മടി കാണിക്കരുത്. ജപമാല ചൊല്ലി നിങ്ങൾ തുടരെ പ്രാർത്ഥിക്കണം. ജപമാലയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കരുത് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പോഴെല്ലാം നൽകിയ സന്ദേശം ഇപ്രകാരമാ: ജപമാല നിങ്ങൾ കൈവിടരുത്. ജപമാലയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത്. ജപമാല കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല സാത്താനെതിരായിട്ടുള്ള ഒരു ആയുധമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കുട്ടികൾ ജപമാല കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ സന്ദേശം അമ്മ ആവർത്തിച്ചു: ഒക്ടോബർ മാസത്തിൽ ഒരു അത്ഭുതം ഞാൻ പ്രവർത്തിക്കും. അപ്പോൾ ഇവരെല്ലാം എന്നിൽ വിശ്വസിക്കും. ഒക്ടോബർ മാസത്തിലെ അത്ഭുതത്തെക്കുറിച്ച് കഴിഞ്ഞ 1-2 പ്രത്യക്ഷപ്പെടലുകളിൽ അമ്മ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, ഒക്ടോബർ മാസം എന്തോ വലിയൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. കുട്ടികൾ അത് മനസ്സിൽ ഏറ്റെടുത്തു. എന്നിട്ട് അമ്മ അതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഒക്ടോബർ മാസത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് കർമ്മല മാതാവായിട്ടും വ്യാകുല മാതാവായിട്ടുമായിരിക്കും. കർമ്മല മാതാവായിട്ടും വ്യാകുല മാതാവായിട്ടും ഞാൻ പ്രത്യക്ഷപ്പെടും. മാത്രമല്ല എൻ്റെ കൂടെ യൗസേ പിതാവും ഉണ്ടായിരിക്കും. യൗസേ പിതാവിൻ്റെ സാന്നിധ്യവും ഒക്ടോബർ മാസം നിങ്ങൾക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഈശോയും ഉണ്ടായിരിക്കും. ഈശോ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഒക്ടോബർ മാസത്തിൽ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഈശോയും ഉണ്ടായിരിക്കും. ഈശോ അന്ന് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമെന്നും പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങളോട് പറയുകയുണ്ടായി. ഇവർക്ക് വലിയ സന്തോഷമായി. ഈ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഈ അമ്മയുടെ ഈ സന്ദേശങ്ങൾ സ്വീകരിച്ചു. അതിനുശേഷം ലൂസി അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ എത്രമാത്രം ജനങ്ങളാ വഴിയരികിൽ തിങ്ങിക്കൂടിയിരിക്കുന്നത്. ഇവരെല്ലാവരും ഞങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി ഞങ്ങളോട്, അമ്മയോട് ഞങ്ങളുടെ കാര്യം പറയണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് അറിയാമല്ലോ അവരാരൊക്കെയാണെന്നും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നും. പ്രത്യേകിച്ച് അവർ പലരും രോഗികളാണ്. ഈ ലോകത്ത് ഏതൊക്കെ രീതിയിലുള്ള രോഗങ്ങളുണ്ടോ എല്ലാ രോഗം ബാധിച്ചവരും ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അമ്മ ഇവരെല്ലാം സുഖപ്പെടുത്തണം. അപ്പം അമ്മ പറഞ്ഞു, ഇവരിൽ കുറേ പേരെ ഞാൻ സുഖപ്പെടുത്തും, എന്നാൽ കുറച്ച് പേർ സുഖപ്പെടില്ല. ഒരുപക്ഷെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ടാകാം. കുറച്ച് പേരുടെ അതൊരു അസുഖം ഒരു സഹനമായി ഏറ്റെടുത്ത് അവർ കാഴ്ചവെക്കേണ്ടതായിരിക്കാം. കുറേ പേരെ സുഖപ്പെടുത്തും. അത് പരിശുദ്ധ അമ്മയുടെ തീരുമാനമാകാം, ഇല്ലെങ്കിൽ ഈശോയുടെ തീരുമാനമാകാം. ആരെ സുഖപ്പെടുത്തണം, ആരെ സുഖപ്പെടുത്തരുത് എന്നുള്ളതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക. ഈശോ തീരുമാനിക്കുക. അപ്പം അമ്മ പറഞ്ഞു, കുറേ പേർ സുഖപ്പെടും, കുറേ പേർ സുഖപ്പെടില്ല. ഇങ്ങനെ പരിശുദ്ധ അമ്മ അവർക്ക് സെപ്റ്റംബർ മാസം 13-ാം തീയതിയും പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം പതിവ് പോലെ അമ്മ മുകളിലേക്ക് ഉയർന്നു പോകുന്നതായിട്ടും, അമ്മ ഇങ്ങനെ ഉയർന്നു പോയ സമയത്ത് ലൂസി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, പരിശുദ്ധ അമ്മയെ കാണണമെങ്കിൽ നിങ്ങളിതാ ഇങ്ങോട്ട് നോക്കൂ എന്നും പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് അവൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവനും അമ്മയെ കണ്ടില്ലെങ്കിലും അമ്മയെ വഹിച്ചിരുന്ന മേഘവും അതിനു മുകളിലുള്ള പ്രകാശഗോളങ്ങളും അത്ഭുതകരമായ ചില പ്രതിഭാസങ്ങളും കാണുവാനായിട്ട് സാധിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പിന്നീട് പറയുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ സെപ്റ്റംബർ മാസം 13-ാം തീയതിയും അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് സന്ദേശം നൽകി.
ഈ മക്കളോട് പരിശുദ്ധ അമ്മ ആ സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എന്താണ് ആ കാര്യം? അമ്മ പറഞ്ഞു, നിങ്ങളുടെ ത്യാഗവും നിങ്ങളുടെ പരിഹാരവും ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. നിങ്ങളതൊക്കെ ചെയ്യുന്നുണ്ട്, അതിൽ ദൈവം ഒരുപാട് സന്തോഷിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന സഹനം, നിങ്ങൾ ഏറ്റെടുക്കുന്ന സഹനം, നിങ്ങൾ ചെയ്യുന്ന പരിഹാര പ്രവൃത്തികൾ, നിങ്ങളുടെ ത്യാഗം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന സ്വർഗത്തിന് വലിയ സന്തോഷമാണ്. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്ത്, എന്നാൽ നിങ്ങൾ ചാക്ക് ധരിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ആ ഉറക്കം നിങ്ങൾ മാറ്റണം. അതായത് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അല്പം മുള്ളുകൊള്ളുന്ന രീതിയിലുള്ള ചാക്ക് അവർ ധരിച്ച് ചില ദിവസങ്ങളിൽ നടക്കുമായിരുന്നു. ആരും അറിയാതെ ഉടുപ്പിനൊക്കെ ഉള്ളിൽ അത് വെച്ച്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ മുള്ള് ദേഹത്ത് കൊണ്ട് ആ വേദന അവർ പാപികളുടെ മാനസാന്തരം കൊണ്ട് കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ കിടക്കുന്ന സമയത്ത് പോലും ഇത് മാറ്റിയിരുന്നില്ല. അതിന് പലപ്പോഴും കിടക്കുമ്പോൾ അവർക്ക് ഈ മുള്ളു കൊള്ളുന്ന ചാക്കിൻ്റെ ആ വേദന അതും സഹിച്ചാണ് അവർ ഉറങ്ങിയിരുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഉറക്കത്തിൻ്റെ സമയത്ത് നിങ്ങളത് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഹൃദയം സ്വർഗം കാണുന്നുണ്ട്. നിങ്ങൾ സന്തോഷമായിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അത് ഉറങ്ങുന്ന സമയത്ത് ഈ മുള്ള് പതിപ്പിച്ചിരിക്കുന്ന ഈ ചാക്ക് നിങ്ങൾ എടുത്തു മാറ്റണം എന്ന് പരിശുദ്ധ അമ്മ സ്നേഹത്തോടു കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുകയുമുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാത്തിമയുടെ ഈ സന്ദേശങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇപ്രകാരമാണ്. പരിശുദ്ധ കന്യകാമറിയം ഒരമ്മയെ പോലെയാണ് ഈ മക്കൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെടുന്നത്, ഈ മക്കളോട് സംസാരിക്കുന്നത്. ഈ മക്കളിലൂടെ ഇന്ന് നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മ നമ്മോടും സംസാരിക്കുകയാണ്. ഇനി ചിന്തിക്കുന്ന ഇപ്രകാരമാണ് സഹോദരങ്ങളെ, ഈ മക്കൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ജൂണിലും ജൂലൈയിലും പ്രത്യക്ഷപ്പെട്ടു. മെയ്, ജൂൺ, ജൂലൈ 3 മാസം പ്രത്യക്ഷപ്പെട്ടു. ഓഗസ്റ്റ് മാസത്തിൽ ഇവർ വലിയ സഹനത്തിലൂടെ കടന്നുപോയി. ഇവരെ തട്ടിക്കൊണ്ടുപോയി വലിയ ഉപദ്രവങ്ങളിലൂടെയൊക്കെ ഇവളെ കടത്തിവിട്ടു. എന്നാൽ ചിന്തിക്കുന്ന പ്രകാരമാ, ഈ മക്കൾ നിരാശരാകുന്നില്ല. ഇവർ പ്രത്യാശയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യം നമ്മൾ നിരാശപ്പെട്ടു പോവുകയാണ്. എന്നാൽ ഫാത്തിമയുടെ സന്ദേശം പ്രത്യാശയുടെ സന്ദേശമാണ്. ഫാത്തിമയുടെ സന്ദേശം ഇപ്രകാരം നമ്മോട് പറയുന്നു, ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മുടെ എല്ലാ സഹനങ്ങൾക്കും, എല്ലാ നൊമ്പരങ്ങൾക്കും, എല്ലാ ഉപദ്രവങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്, അതിനൊരു വിലയുണ്ട്. നമ്മൾ അതെല്ലാം ശുദ്ധീകരണത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകത്തെമ്പാടുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും കാഴ്ചവെച്ച് ഇതെല്ലാം കൃപയാക്കി മാറ്റണമെന്ന സന്ദേശമാണ് ഫാത്തിമയിൽ നിന്ന് ലഭിക്കുക. ഒരു സഹനവും പാഴാക്കി കളയാൻ പാടില്ല. അപ്രകാരം നമ്മൾ സഹനങ്ങളിൽ ഒരു വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് രീതിയിലുള്ള സഹനം വന്നാലും അത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കലും നിരാശയില്ലാതെ ഓരോ സഹനങ്ങളെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാ ഇന്ന് ഫാത്തിമയിൽ നിന്ന് ലഭിക്കുന്ന ഈ സന്ദേശം നമ്മളുമായി പങ്കുവയ്ക്കുക. അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ, അമ്മ പറയരുത് എന്ന് പറഞ്ഞ സന്ദേശം പറയാതിരിക്കുവാൻ ഈ കുട്ടികൾ വില കൊടുത്തു. അമ്മ പറയണമെന്ന് പറഞ്ഞ സന്ദേശങ്ങൾ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ഈ കുട്ടികൾ ഒത്തിരി പരിശ്രമിച്ചു. അങ്ങനെ അമ്മയുടെ ആ സന്ദേശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഈ കുട്ടികൾ ഏത് ത്യാഗത്തിലൂടെ കടന്നുപോയപ്പോഴും അവർ നിരാശരാകാതെ പ്രത്യാശയോടുകൂടി ഇവയെല്ലാം ഈശോയ്ക്ക് മുമ്പിൽ കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റി. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന സഹനങ്ങൾ ഏതെങ്കിലും പാഴായി പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സഹനങ്ങൾ പഴിചാരിയും സഹനങ്ങൾ നൽകിയ വ്യക്തികളെ കുറ്റപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും പ്രതികാരം ചെയ്തുമൊക്കെ നമ്മുടെ ഏതെങ്കിലും സഹനങ്ങൾ പാഴായി പോകുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം. ഫാത്തിമയിലെ സന്ദേശം പ്രത്യാശയുടെ സന്ദേശമാണ്. ഓരോ സഹനത്തിനും ക്രൈസ്തവന്റെ സഹനങ്ങൾക്ക് ഒരു വിലയുണ്ട്, പിന്നീട് അതിനൊരു റിവാർഡുണ്ട്, ഒരു പ്രതിഫലമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് നമുക്ക് ഫാത്തിമയിൽ നിന്ന് ലഭിക്കുക. അതിനാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം.
നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന, സഭ കടന്നു പോകുന്ന, കുടുംബങ്ങൾ കടന്നു പോകുന്ന എല്ലാ നൊമ്പരങ്ങളും സഹനങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികളും ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളോട് കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. A tres pastores